ദില്ലിയിലെ പുതിയ കോൺഗ്രസ് ആസ്ഥാന മന്ദിരം അത് നമുക്കൊന്ന് കാണണ്ടേ? അതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാട്ടിത്തരും നോബിൾ മാരിക്കാരൻ. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 6 നിലകളുള്ള കെട്ടിടത്തിൽ രാജ്യത്തിന്റെയും കോൺഗ്രസിന്റെയും ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പേരുകളും പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ട്. ഇന്ദിരാ ഭവൻ 9A കോട്ട്ല മാർഗ്, ന്യൂ ദില്ലി. അതാണ് പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ മേൽവിലാസം. 225 കോടി രൂപ മുടക്കിയാണ് ഈ പുതിയ ആസ്ഥാനം കോൺഗ്രസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദിരാ ഭവന്റെ ഉള്ളിൽ കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്തെ കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ ഹാളിൽ കാണാൻ കഴിയുന്ന ഒരു വശത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. അതോടൊപ്പം തന്നെ അതിന് മറുവശത്ത് കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണ്. അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ കരുത്തും അവരുടെ പാരമ്പര്യവും ഒക്കെ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിൽ ചുമരുകളിൽ കൃത്യമായി തന്നെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. 1885 കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള കോൺഗ്രസിന്റെ ചരിത്രം കൃത്യമായി തന്നെ ഞാനീ നടന്നു പോകുന്ന ചുമരുകളിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും പേരുകൾ കൃത്യമായി തന്നെ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനം തിരിച്ചുള്ള പേരുകൾ അടക്കം കാണാൻ കഴിയും. കേരളത്തിന്റെ ഭാഗത്താണെങ്കിൽ കേരളത്തിൽ ആർ ശങ്കർ, കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകളാണ് കൃത്യമായി തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ കാലഘട്ടങ്ങളിലും ഏതൊക്കെ വർഷങ്ങളിലാണ് അവർ മുഖ്യമന്ത്രിമാരായിരുന്നത് എന്നതും കൃത്യമായി തന്നെ ഇവിടെ എഴുതി വെച്ചു. 5 നിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്തിന്റെ ഈ ചുമരുകളിലെല്ലാം ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിരവധി ചിത്രങ്ങളാണ് പതിപ്പിച്ചിരിക്കുന്നത്. നാളെ കയറി വരുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ ഓരോന്നും. പുതിയ കോൺഗ്രസ് ആസ്ഥാന മന്ദിരത്തിന്റെ 5ാം നിലയിലാണ് ഉള്ളത്. ഈ നിലയിലാണ് പ്രധാനപ്പെട്ട നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ ആർക്കും അനുവാദമില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് പ്രവേശനം ഇപ്പോൾ നൽകാത്തത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഉണ്ടാവുക ഈ 5ാം നിലയിൽ നിന്നാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ കൂടിയിരുന്നുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ നിലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇത്രയൊക്കെയാണ് കോൺഗ്രസ് ആസ്ഥാനത്തിനകത്തെ കാഴ്ചകൾ. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.